ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ആക്ച്വലി പാതിരാത്രിയാണ്, പക്ഷെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് അറിയോ, വളരെ റെയർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ലേറ്റ് നൈറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. സോ തൃശ്ശൂരിൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് ലേറ്റ് നൈറ്റ് ഫുഡ് സ്പോട്ട്സ് ആയിരിക്കും നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പുലർച്ചെ 2 മണി വരെയൊക്കെ ഉണ്ടെന്ന്. സോ രാത്രി വിശന്നാലും തൃശ്ശൂരിൽ നല്ല ഭക്ഷണം കഴിക്കാമെന്ന് തോന്നുന്നു. ഫ്രണ്ട് ബാ റെഡി. രാത്രി ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓർഡർ ചെയ്യും, ഞാൻ ടേസ്റ്റ് ചെയ്യും, നിങ്ങൾ തീർക്കും. അതാണ് നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്യും, പക്ഷെ നമുക്കൊന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും തീർക്കുക. എന്താ പറയാ ബാംഗ്ലൂര് വെച്ച് നമ്മൾ അടിയുണ്ടാക്കിയത് അന്ന് ഫുഡ് എനിക്ക് കഴിക്കാൻ വയ്യ, ജെഫറിന് ചൂടും എടുക്കുന്നു. ഫുഡ് ഞാൻ എന്നിട്ട് ജെഫറിനോട് പറഞ്ഞു, ഒന്നും കഴിക്കാത്ത എന്താണോ താൻ എൻ്റെ കൂടെ വന്നിട്ടെന്ന്. ഞാൻ പിന്നെ ഇതൊക്കെ ആരാ കഴിച്ചെന്ന് എന്നോട് തിരിച്ച് ഭയങ്കര അടിയാ റോഡി വെച്ച്. അത് മറ്റേ ഇതിനായിരുന്നു റംസാൻ ഫുഡ് ഫെസ്റ്റ്. അതെ, പിന്നെ വേണ്ടെന്ന് വെച്ച്. ഇന്ന് ആ സിറ്റുവേഷൻ വരരുത്, അതുകൊണ്ടാണ് രണ്ടുപേരെയും കൂടെ കൊണ്ടുപോകുന്നത്. കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്യും, അതിലൂടെ വാഫിളും ഓർഡർ ചെയ്യും കേട്ടോ, ഡെസേർട്ട്സ് എല്ലാം ഉണ്ട്. ഉച്ചക്ക് ഒരു വാഫിള് തീറ്റി ഉണ്ടായിരുന്നു ജെഫറിന്റെ. ആ, അപ്പൊ 3 സ്ഥലത്താണ് പോകുന്നത്. എന്നാ വരണ്ട, ഇവിടെ ഇരുന്നോ. ഒരു 7 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്, വേണമെങ്കിൽ നടന്നു വന്ന അങ്ങോട്ട്. ആ, ഇന്നത്തെ ഒരു നൈറ്റ് ടൈം വ്ലോഗ് ആണെങ്കിലും അതിന് മുമ്പ് ഞാൻ ഇത് വേറെ ദിവസം ഷൂട്ട് ചെയ്യാനാണ്. ആ കൂടെ ഒരു 1.5 ദിവസമുള്ളൂ ഇവിടെ. സോ മാക്സിമം സ്ഥലം കവർ ചെയ്യാനാണ്. സോ ഈവനിങ്ങിൽ ഒരു കഫേയിൽ പോകാം, കാരണം ഇവിടെ വന്നിട്ട് ഒന്നും കഫേ ഒന്നും നിങ്ങളെ കാണിച്ചില്ലല്ലോ. സോ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് സജഷൻ കിട്ടിയ ഒരു കഫേ എന്ന് പറയുന്നത് കഫേ അഡിക്റ്റ് ആണ്. സോ അവിടുത്തെ ആംബിയൻസ് അടിപൊളിയാന്ന് പറയുന്നു, ആൻഡ് ഫുഡും ചിലപ്പോൾ നല്ലതാണെങ്കിൽ ഷുവർലി യു ഗൈസ് ക്യാൻ ഓൾസോ ട്രൈ ഇറ്റ് ഔട്ട്. സോ നേരെ കഫേ അഡിക്റ്റ് പോയിട്ട് പിന്നെ നമുക്ക് രാത്രി ലേറ്റ് ആയിട്ട് പോയി കഴിച്ചാൽ മതിയല്ലോ. നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞ് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് കണ്ടു. മേ ബി തൃശ്ശൂരിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആംബിയൻസ് ഉള്ള ഒരു കഫേ ആയിരിക്കും ഈ കഫേ അഡിക്റ്റ്. ആംബിയൻസ് ഓക്കെ ആണോ? ആംബിയൻസ് ഓക്കെ ആണോ? ഇപ്പൊ എന്താ എറണാകുളത്ത് ഇങ്ങനത്തെ ഇല്ലാത്തല്ലേ? പ്രിയയുടെ മുഖമാണോ? ജെഫ്രൻ പറഞ്ഞ ജെഫറിന്റെ മുഖം വെക്കാൻ. പെമ്പിള്ളേർക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു. അട്രാക്ഷൻ. മറ്റേ ലോറിയിലൊക്കെ, പാണ്ടി ലോറിയിലൊക്കെ തൂക്കിക്കൊണ്ടുപോയില്ലേ? ആ ജെഫ്രി പുലിക്കളിയാക്കിയല്ലേ നമുക്ക് മഹാബലി പറ്റി. അത് കുഴപ്പമില്ല, ഞങ്ങൾ റെഡിയാക്കി തരാം. ഒരു 10 ദിവസം ഉണ്ടല്ലോ. എന്താ ഇതിന്റെ മണം എനിക്ക് ഇവിടം വരെ അടിക്കാം. ഇതിന്റെ ശരിക്കും മണം PF ചാങ്സ് ഇല്ലേ, PF ചാങ്സിന്റെ ഡൈനമൈറ്റ് ഷ്രിമ്പിന്റെ ഒരു മണമാണ് ഇവിടുന്ന് കിട്ടുന്നത്. നോക്കട്ടെ. സോ ഇത് ഡൈനമൈറ്റ് സോസ് ഒക്കെ ഇട്ട ഉള്ള ഒരു ചിക്കൻ ഫ്രൈസ് ആണ്. ഇത് എന്തായാലും യമ്മായിരിക്കും, കാരണം അത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ. സോ യു ഗോട്ട് ദിസ് കേളി ഫ്രൈസ് പോലത്തെ. പിന്നെ കുറച്ച് ചിക്കനും സോസും ആണ്. ഓബ്വിയസ്ലി ജസ്റ്റ് ഡെലിഷ്യസ്. ശരിക്കും ഓൾമോസ്റ്റ് ആ നമ്മുടെ PF ചാങ്സിന്റെ ഡൈനമൈറ്റ് ഷ്രിംപ്സിന്റെ പോലത്തെ ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ആംബിയൻസ് നോക്കിക്കേ, മഴ, ഫ്രൈസ്, കോൾഡ് കോഫി, കോൾഡ് പ്ലേ സോങ് ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ഇത്തവണത്തെ തൃശ്ശൂർ ട്രിപ്പ് ശരിക്കും എൻജോയ് ചെയ്തു കേട്ടാ. ജസ്റ്റ് അമേസിങ്. വിത്ത് ബ്യൂട്ടിഫുൾ വൈഫ് ആൻഡ് ബ്യൂട്ടിഫുൾ ഫ്രണ്ട്. ആരാ ബ്യൂട്ടിഫുൾ ഫ്രണ്ട്? അട്രാക്ഷൻ നമ്മുടെ ലോഗോ, ബ്രാൻഡ് ലോഗോ ജെഫ്രൻ തോമസിന്റെ തല. ഇതിൻ്റെ ഒക്കെ കൂടെ രാത്രി നമുക്ക് ആ ലോക്കൽ സ്ഥലത്ത് പോകാൻ പറ്റുമെന്ന് അറിയില്ല, മഴ ആയതുകൊണ്ട്. പക്ഷെ വൈകുന്നേരത്തെ ഫുഡും ഭയങ്കരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്തു. ഫ്രഞ്ച് ടോസ്റ്റ് വിത്ത് സം ക്രീം ആൻഡ് സ്ട്രോബെറി. ആൻഡ് ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിക്കാം. ഓ ഇതിലെനിക്ക് അതല്ല,
ഒരാളുടെ കൊതി കിട്ടില്ലാതുള്ള ഒരു മനസ്സത്യം അറിയാം. ആ സമയത്ത് കൊതി പ്രിയക്ക് ഇഷ്ടപ്പെടില്ല പ്രാർത്ഥിക്കണേ. എനിക്ക് ഇഷ്ടമുള്ള സാധനം ഓർഡർ ചെയ്തിട്ട് ഇഷ്ടപ്പെടല്ലേ പ്രാർത്ഥിക്കാണ്. നല്ല ഭർത്താവിന് വേറെ എവിടെ കിട്ടും? ഞങ്ങൾ ഇവിടെ മുമ്പിൽ നിർത്തിയിട്ട് 2 സാധനം മേടിച്ചു തന്നില്ലേ? ഒന്നും ഇവർക്ക് വാങ്ങിക്കൊടുക്കാതെ ഒന്നും മേടിച്ചു തരണ്ട്. കണ്ടില്ലേ സ്പൂണും വെച്ചിരിക്കണില്ലേ ഞങ്ങള്? ഇവര് രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാൻ പോയപ്പോ ഞാൻ വന്നാ ആ സമയത്ത് എന്തെടുത്തായിരുന്നു? ആ സമയത്ത് ഭാര്യയെ പറ്റി ഓർത്താ. പിന്നെ ആ സമയത്ത് ഈ പറയണ ആള് ഭാര്യയെ പറ്റി ഓർത്താ. ഓർത്തില്ലേ? ഓർത്തു എന്നോട് പറഞ്ഞു പായസം വാങ്ങാൻ. പിന്നെ ഞാൻ പറഞ്ഞു രാവിലെ എംടി സ്റ്റൊമക്കിൽ പായസം കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ആ ക്രീം ബൺ മാത്രം വാങ്ങിക്കൊണ്ട് വന്നത്. അല്ല ജെഫ്രിന് അല്ല എല്ലാ ദിവസവും ഇങ്ങനെ രാമായണം പറയണ പോലെ ദില്ലു ഇങ്ങനെയാണ് 6 തവണ എല്ലാ ദിവസവും 6 തവണ, ഒരു വീക്കിലി 30. എത്ര കൊടുക്കുന്നുണ്ട്? കൊടുക്കുന്നല്ല, കൂടെ കൊണ്ടുപോകണമെങ്കിൽ അടുത്ത ട്രിപ്പിന് കൊണ്ടുപോകണമെങ്കിൽ 6 തവണ ഒരു വ്ളോഗിൽ പുതുത്തണം. മെസ്സേജ് ആയിരിക്കും. ഇന്ന ദിവസം ഇന്ന സാധനം പറയണമെന്ന് എനിക്ക് മെസ്സേജ്. റിമൈൻഡർ അത് ഞാൻ by heart ചെയ്ത് പുകഴ്ത്താനായിട്ട്. അതെ ജെഫ്രി ആ അത് ഇനി വെച്ചോണ്ടിരുന്നതിനാൽ ജെഫിന് എടുത്ത് തീർക്കും. പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയുണ്ട് ഫ്രഞ്ച് ടോസ്റ്റ്? നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് അത്ര നല്ലതാണോ അതോ അത്ര? ഫ്രഞ്ച് ടോസ്റ്റിൽ ആക്ച്വലി ഫ്രഞ്ച് ടോസ്റ്റ് കഴിച്ചിട്ട് അത് നാളുകളായി സത്യം, അതിന്റെ ടേസ്റ്റ് ഓർമ്മയില്ല. ഓർമ്മയില്ല. ഇത് കൊള്ളാവോ? പക്ഷെ ഐഫിൽ നമ്മുടെ തന്നെയാണ് ബെറ്റർ എന്നാ. ഓക്കെ, ബട്ട് ദിസ് ഇസ് നോട്ട് ബാഡ്. സോ ക്രീം, സ്ട്രോബെറി, ബ്രെഡ്, ഇതെല്ലാം കൂടെ ശരിക്കും മിക്സ് ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ. എല്ലാം ഉണ്ട്. ക്രീം, നല്ല യമ്മ. ക്രീമും ഐസ്ക്രീമാണോ അതോ ക്രീമാണോ മുകളിലത്തെ? അടിപൊളി കേട്ടോ. വെറുതെ അല്ല, എല്ലാ ഹൈപ്ഡ് പ്ലേസും നല്ല ഫുഡാണ് തൃശ്ശൂരിലെ. വെറുതെ ഹൈപ്പല്ല, അത് ഹൈപ്ഡ് അല്ല. കോഫി ഹൗസ് അത്ര ഹൈപ്ഡ് അല്ല. ഞാൻ പിന്നെ ആ രാത്രി അത് മാത്രം ഉള്ളായിരുന്നുകൊണ്ട് അങ്ങോട്ട് പോയതാ. അത് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു ആവറേജിൽ നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഔട്ട്സ്റ്റാൻഡിങ്. ഇന്ന് രാത്രി സിനിമയ്ക്ക് ഡിഫറൻറ്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഗൈസ്, സോ രാത്രി ഫുഡ് കഴിക്കാൻ വരേണ്ടവർക്ക് തൃശ്ശൂരിൽ ഈ കഫേ 1 AM അതിൻ്റെ അടുത്ത് തന്നെ വാഫിൾ സ്ട്രീറ്റും ഉണ്ട്. സോ യു ക്യാൻ ഹാവ് യുവർ മെയിൻ ഫുഡ് ആൻഡ് ഡിസേർട്ട്. ആൻഡ് ഇവിടെ 1 AM എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് പുലർച്ചെ 3:30 മണി വരെ ഉണ്ട്. സോ ഇവിടുത്തെ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാം. വാഫിൾ സ്ട്രീറ്റിലെയും കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാം. ഐ തിങ്ക് സോ പല മൾട്ടി ക്യൂസീൻ ഐറ്റംസ് ഉണ്ട് ഇവിടെ. തട്ടുകടയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ രാത്രി വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഒരു സൗകര്യമല്ലേ. സോ ഇപ്പം സമയം ഏകദേശം 12:30 ആയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. ഷോർമ കാണാം, ബർഗേഴ്സ് കാണാം, നോക്കാം വേറെ എന്തൊക്കെയുണ്ടെന്ന്. അതാണ് 3. നല്ല രസമുണ്ട്. രാവിലെ 3 മണി വരെ ഉണ്ട് ഈ സ്ഥലം. അപ്പൊ തൃശ്ശൂരുകാർക്ക് രാത്രി വിശക്കില്ല. ഇനി ഫുഡ് നല്ലൊരു വൈബുള്ള സ്ഥലമില്ല എറണാകുളത്ത് അല്ലേ? കാലിക്കട്ടും ഉണ്ട്, തൃശ്ശൂരും ഉണ്ട്. ആ വെളിയില് മറ്റേ ഇതിട്ടിട്ട്. ഏറ്റവും നല്ല പനമ്പള്ളി നഗരായിരുന്നു. വെളുപ്പിനെ വരെ ഉണ്ടായാലും ആൾക്കാർ വരും. അതെ, 10 മണി 11 മണി എല്ലാം അടയ്ക്കും. ഇവിടെ രാത്രി എല്ലാ ഐറ്റംസും ഉണ്ട്, ഒന്നും ഔട്ട് ഓഫ് സ്റ്റോക്ക് ഒന്നും ഇല്ല. സോ ബിരിയാണി തൊട്ട് നമ്മുടെ പൊറോട്ട, ബീഫ്, ബർഗർ, ഷോർമ, ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഉണ്ട്. ഞാൻ എല്ലാം ഒരു മിക്സാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഇവരുടെ ബർഗേഴ്സും നാടൻ ഫുഡും അതുപോലെ തന്നെ അവിടെ ഒരു മിഡ് നൈറ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഫുഡുണ്ട്. അതെന്താ നിങ്ങൾ അറിയാമെങ്കിൽ ഗസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ കാണിക്കാം. ഏതോ ഓർഡർ ചെയ്ത് കാണിക്കണം. അത് വേണ്ട, വരട്ടെ. അതെ, ഈ രാത്രിയില്ലേ ഡിന്നറൊക്കെ കഴിഞ്ഞ ഒരു പുലർച്ചയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങൾ വിശക്കാറുണ്ട്. അങ്ങനെ വിശക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? കംഫർട്ട് ഫുഡ് എന്താ? ബിരിയാണിയാ? ഓർക്കണ്ടോ നമ്മള് 4:30 ബാംഗ്ലൂർ? അത് പക്ഷെ വ്ളോഗിന് വേണ്ടി പോയതല്ലേ. ഞാൻ വീട്ടിലെന്താ കഴിക്കുന്നതെന്ന്, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും വന്നാ അങ്ങനെ മിഡ് നൈറ്റ് ക്രേവിങ്സ് ഇല്ല വല്ലതും വരാറുണ്ടോ? അപ്പൊ ഇല്ല. എന്നാലും കഴിക്കാൻ താല്പര്യം എന്താ? ഫ്രൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസാ? ഓക്കെ. പ്രിയക്ക് എന്താ മിഡ് നൈറ്റ് ക്രേവിങ്സിന് കഴിക്കാൻ? ഒയ്യോ, രാത്രി ആകുമ്പോ എല്ലാ ദിവസവും ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴായിരുന്നു. പിന്നെ ആ സമയത്ത് അങ്ങനൊക്കെ കിട്ടിയ ചിലപ്പോൾ 7-11 ആണ് വീക്ക്നെസ്. എനിക്ക് ഏറ്റവും എന്താണെന്നറിയോ, എസ്പെഷ്യലി തട്ടുകടയിലും എല്ലാം കണ്ടു കഴിഞ്ഞാൽ ബുൾസൈ, ചൂട് ബുൾസൈ കഴിക്കാൻ ഭയങ്കര വീക്ക്നെസ് ആണ്. ഓംലെറ്റ് ഫാനാ? ഞാൻ 2 പുൾസൈയും പറഞ്ഞിട്ടുണ്ട്. രാത്രി എസ്പെഷ്യലി മഴക്കാലത്ത് ഒരു ബുൾസൈ കഴിക്കുന്നതിന്റെ ഒരു സുഖം എനിക്ക് പൊട്ടിക്കണം. പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് മാത്രം എടുത്ത് കുറച്ച് കഴിക്കണം. ആഹാ,
ഒരു ബുൾസൈന് നമ്മുടെ ലേറ്റ് നൈറ്റ് ക്രേവിങ്സ് തുടങ്ങാം. പക്ഷെ എനിക്ക് മൊത്തമായിട്ട് കഴിക്കുന്ന ഇഷ്ടം. നോക്കട്ടെ. രണ്ടെണ്ണം മൊത്തമായിട്ട് കഴിക്കുമോ? ആ ഞാൻ കഴിച്ചോളാം. ഓ ഒന്നുമില്ല, നോർമൽ ഓംലെറ്റ് വിത്ത് പെപ്പർ ആൻഡ് സോൾട്ട്. പക്ഷെ അതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ. അപ്പോ ഇപ്പൊ ആരെങ്കിലും ഒക്കെ പോയി ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കും നോക്കിക്കോ. അല്ല സോറി, ബുൾസൈ. ഐറ്റം വന്നിരിക്കുന്നത് റാൻഡമിലാണ്, റാൻഡം ഓർഡറിലാണ് വന്നിരിക്കുന്നത്. പാൽക്കപ്പ ആൻഡ് ബീഫ് കോംബോ. ആഹാ, പക്ഷേ കപ്പ താഴെയാണ്. പാൽക്കപ്പ താഴെ ബീഫും. സോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇമാജിൻ ഓൺ എ കോൾഡ് റെയിനി നൈറ്റ് ഹാവിങ് ദിസ് അമേസിങ് ഫുഡ്. അതെല്ലാം ഈ ഒരു കംഫർട്ട് ഫുഡിൻ്റെ ഐറ്റംസ് ആട്ടെ ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആഹാ, നല്ല സ്റ്റീം. നോക്ക് നിങ്ങള്. പ്രിൻസ് കഴിക്കുന്നതിന് മുമ്പേ മണം കിട്ടിയിട്ട് പറയാണേ നല്ല ടേസ്റ്റ് ആവാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോഴേക്ക് പ്രോപ്പർ സ്മെല്ലായിരുന്നു ആ ബീഫിന്റെ എണ്ണ നെയ്യും പാൽക്കപ്പയുടെ ഒക്കെ അല്ലേ. ഒരാൾ കഴിച്ചും തുടങ്ങി, ചൂട് ആറിയിട്ട് പോലും ഇല്ല. കൊള്ളാവാ? നല്ല ടേസ്റ്റ് ഉണ്ട്. ആ, അത് കേട്ടാ മതി. നോക്കട്ടെ, നല്ല ബീഫും പാൽക്കപ്പയും. അത്യാവശ്യം ബീഫിന്റെ പീസസ് ഉണ്ട്. നല്ല വെന്ത കപ്പയാന്ന് തോന്നുന്നു. നോക്കട്ടെ. വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഉണ്ട്. കപ്പ ഭയങ്കര സോഫ്റ്റ്. ആവശ്യത്തിനുള്ള മസാല ഒരു സ്പൈസി അല്ല. എക്സ്ട്രീം കംഫർട്ട് ഫുഡ്. അടുത്ത വന്നു. എങ്ങനെയുണ്ടെന്ന് അടിപൊളിയല്ലേ? അടുത്തത് പാൽ പൊറോട്ട ബീഫ്. സോ പാലില് കുതിർത്ത പൊറോട്ട ബീഫിൽ കറിയിലും കുതിർത്ത് വന്നിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ അതെ അടുത്ത ബർഗർ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മോ, ഞാനൊരു 150 രൂപ ബർഗർ ഉള്ളെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ആ ടൈമിൽ ഇതിൻ്റെ ചൂടൊന്ന് ആറട്ടെ. അപ്പോൾ ഇവരുടെ ബർഗർ വിച്ച് കോസ്റ്റ് അറൌണ്ട് 150 or 160 റുപ്പീസ് സംതിങ്. പാറ്റി ഇവിടെ തന്നെ മിൻസ് മീറ്റ് ആണ്. ആൻഡ് ചീസ് ആൻഡ് സം മയോ. ലുക്സ് നൈസ്. ബൺ ഇസ് വെരി സോഫ്റ്റ്. ഹോം മെയ്ഡ് ബണ്ണൊന്നുമല്ല, എന്നാലും ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി സോസി. എനിക്ക് ഇത്രയും മയോണീസ് ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് ഒരു ബൈറ്റ് എടുത്തിട്ട് ബാക്കി ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളായിട്ട്. അത് കിട്ടിയാ കിട്ടും. നേരത്തെ ഷെയറിംഗ് ഇല്ല. ഷെയറിംഗ് ഇസ് കെയറിംഗ്. ഇറ്റ്സ് ടു ഗുഡ്. ഞാൻ ആക്ച്വലി വിചാരിച്ച് അത്രയും ഫ്ലേവർഫുൾ ആയിരിക്കില്ല ഇവരുടെ പാറ്റിന്നൊക്കെ. ഇതിന്റെ മയോ, ചീസ്, വേറെ ടൊമാറ്റോ സോസ് ഉണ്ട്, ലെറ്റ്യൂസ്. ഞാൻ ഒരു മറ്റേ നമ്മൾ പറയുന്ന ബർഗർ ജംഗ്ഷനും ഇവിടുത്തെ അങ്ങനത്തെ കുറച്ച് ഹൈ എൻഡ് ജസ്റ്റ് ലോ അങ്ങനത്തെ സ്ഥലത്ത് ഒരു ഹൈ എൻഡ് ഒന്നും അല്ല. പക്ഷെ സോ ഡെലിഷ്യസ് ആൻഡ് ഒരു സിമ്പിൾ ആണ്, പക്ഷെ ഡെലിഷ്യസ് ആണ്. വെക്കവിടെ ഇഷ്ടു എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകുന്നു. വീഡിയോ എടുക്കട്ടെ. പയ്യൊക്കെ പറ്റുള്ളൂ. അടുത്തത് നല്ല ബ്രെഡും സ്റ്റൂ ആണ്. 5 പീസ് ബ്രെഡും അതിന്റെ അടിയിൽ നല്ല സ്റ്റൂവും കാണും. ബർഗറിന് ഇവിടെ എല്ലാരും അടിയാട്ടാ. കണ്ടിട്ട് എല്ലാവർക്കും കൊതിയായിട്ട് വയ്യ. കൊള്ളില്ലേ? ബ്രെഡ് ആ സ്റ്റൂവിൽ കുതിർന്ന് കിടക്കുവാണ്. ആഹാ, നല്ല ചൂട് സ്റ്റീം. ഈ ബ്രെഡിന്ന് അല്ല, ഈ ബീഫ് കറിയുടെ സ്റ്റീം ഉണ്ടല്ലോ ഈ ബ്രെഡിലേക്ക് വന്നിട്ട് വീണ്ടും സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുവോ. അപ്പോൾ ഇനിയുണ്ട് ഐറ്റം. ഒരു പൊറോട്ട എടുക്കാം. ഇങ്ങനെയൊക്കെ ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ. ഇതാണെങ്കിലും ഭയങ്കര ചൂട്. ഒരു പൊറോട്ടയും അല്ലെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പൊറോട്ടയും ചിക്കനും ആട്ടോ ഞാൻ ഓർഡർ ചെയ്തേ. പാൽ പൊറോട്ടയും കുറച്ച് ചിക്കനുമാണ്. പക്ഷെ എല്ലാം കുതിർന്നിരിക്കുവാണ്. ബേബി ഫുഡ് പോലെ ഒന്നും അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ കറി കുറച്ച് സ്പൈസിയാണ്. പക്ഷെ ഈ പാൽ പൊറോട്ട പാലിൽ മിക്സ് ആയതുകൊണ്ട് അതൊന്ന് നിഗേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ദേ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ സാധനം കാലിയായി. ദേ എങ്ങനെയുണ്ട് സ്റ്റൂവും ബീഫും? ബ്രെഡും നല്ല സോഫ്റ്റ് അല്ലേ? ബ്രെഡ് സോഫ്റ്റ്, ബീഫ് സ്റ്റൂ ആണ്. എരിവൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പെപ്പറിന്റെ കടിയുണ്ടോ? ഞാൻ കടിച്ചില്ല, ഒന്ന് കടിക്കട്ടെ. കടിക്കുന്ന എന്നിട്ട് പെപ്പർ കടിക്കുന്നുണ്ടോന്ന് പറ. തൃശ്ശൂരിൽ നമ്മൾ വന്നിട്ട് എല്ലാം ഔട്ട്സ്റ്റാൻഡിങ് ആയി പോകുന്നുണ്ട് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ആ ഇത് നോക്ക്, സ്റ്റൂവും ബീഫും. ഓ കണ്ടോ കേട്ടാ,
എനിക്ക് കുറച്ചു നേരം ഇരിക്കട്ടെ, അതൊന്ന് കുതിരട്ടെ. കുതിരല്ല, ചൂടാറിനൊക്കെ മുമ്പ് കഴിക്കണം. ഇവിടുന്ന് പൊറോട്ട ഇവിടുന്ന് എടുത്തിങ്ങനെ വെട്ട് ഇങ്ങനെ അടർന്ന് വരുവേ. ഒരു ചിക്കൻ പീസും എടുത്ത് നമുക്ക് ഗ്രേവിയൊന്നും ആവശ്യമില്ല, കാരണം പൊറോട്ട ഓൾറെഡി ഗ്രേവിയിലൊക്കെ കുതിർന്ന് കിടക്കുവാണ്. ബീഫും അത് തീർത്താട്ടാ, അല്ലെങ്കിൽ എല്ലാം കൂടെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ടേസ്റ്റൊക്കെ ഞാൻ ചെയ്തു, അതൊക്കെ ചെയ്തു. നോക്കട്ടെ ഒന്നും കൂടെ, ഇതും ആ ചിക്കനും ആ കുതിർന്ന കുറച്ച് ഗ്രേവിയും എല്ലാം കൂടി ഒന്ന് വെച്ച് എടുത്ത് സോ ഗുഡ്. ഒന്നും സാധാരണ ഈ ലേറ്റ് നൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുഡ് ഭയങ്കര സ്പൈസി ആയിരിക്കും. ഇതൊന്നുമില്ല, പക്ഷേ ആവശ്യത്തിനുള്ള മസാല ഉണ്ട്. ആൻഡ് എവറിത്തിങ് ഫീൽസ് വെരി കംഫർട്ടിങ്. അതാണ് ഭയങ്കര കംഫർട്ടിങ്. എല്ലാം മെനു ഇവിടെ മൊത്തം അങ്ങനെയാണ്. ആൻഡ് ഫൈനലി കൊത്തു പൊറോട്ട. ഇത് അത്രയും കോമൺ ആയി കിട്ടുന്ന ഒരു സംഭവമല്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ ബീഫും ഉണ്ട് ഇവിടെ, ചിക്കനും ഉണ്ട്, എഗ്ഗും ഉണ്ട്. കൊത്തു പൊറോട്ട ലുക്സ് നൈസ്. എല്ലാം നല്ല ആവി പറക്കുന്നുണ്ട് കേട്ടോ. ചിലയിടത്ത് ഇങ്ങനെ നമ്മൾ കൗണ്ടേഴ്സിൽ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രി പോയി എടുക്കുന്ന പരിപാടിയില്ലേ, അതൊക്കെ നല്ല തണുത്തിരിക്കും, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ചൂടാക്കി പൊട്ടിയ ഒരു ഫീലിംഗാണ്. ഇത് അപ്പം കുക്ക് ചെയ്ത് തരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒന്നും ഡ്രൈ ആയിട്ടില്ല, പക്ഷേ എവറിത്തിങ് ഈവൻ സ്മെല്ലിങ് സോ ഗുഡ്. ഇപ്പോൾ എന്തൊരു നല്ല മണമാണ്, മുട്ടയുടെയും കൊറിയാണ്ടറിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ മണം. മുട്ടയുടെ ടേസ്റ്റ് കൂടുതലാണ്. നന്നായി ഇരിക്കട്ടെ. ഒരു ദിവസം ഒരു 6 മുട്ടയെങ്കിലും കഴിക്കണം. രണ്ടെണ്ണം ബിരിയാണിക്ക് മുട്ട കഴിച്ചില്ല, തന്നില്ല. തന്നില്ലാന്ന് എനിക്ക് ജെഫ്രി. കൊത്തു പൊറോട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊന്നും കൂടെ ഇഷ്ടപ്പെടും. നോക്കട്ടെ, ഇത് ഓവറായിട്ട് അവർ ഗ്രേവി ഒന്നും ഒഴിച്ച് കുതിർത്തിട്ടില്ല. കുത്തു പൊറോട്ട കുതിരാൻ പാടില്ല. ഓക്കെ, നോക്കട്ടെ. ഓ അല്ലേ, ശരിക്കും നല്ല മുട്ട സ്ക്രാബിളില്ലേ, സവാളയും അതൊക്കെ ഇട്ട് അതിൻ്റെ ടേസ്റ്റാണ് ഫസ്റ്റ് വെക്കുന്നത്. ഫസ്റ്റ് ടേസ്റ്റ് അതാ. പിന്നെയാണ് നമുക്ക് പൊറോട്ടയുടെയും ചിക്കൻ്റെയും ഒക്കെ ഒരു സംഭവം വരുന്നത്. പക്ഷേ എനിക്കൊന്നും നിങ്ങൾ ബീഫ് ഓർഡർ ചെയ്തായിരിക്കും നല്ലത്, കാരണം ചിക്കൻ കഴിക്കുമ്പോൾ എല്ല് കിട്ടുന്നുണ്ട്. അതൊരു നെഗറ്റീവ്. അത് കഴിക്കുന്ന ഒരു ഫ്ലോ പോകുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റ്. മതി. വേറെ കടസ്ഥലത്ത് പോയി വാങ്ങേണ്ടി വരും. ചോദിക്കും, ചേച്ചി ഒരു ബ്രെഡ് തരുമോ? സോ ലേറ്റ് നൈറ്റിൽ ഇനിയിപ്പോൾ ഡെസേർട്ടും കൂടെ കഴിക്കാൻ വിചാരിച്ചു. ഇത് 12 o'clock വരെയുള്ളൂ ഈ സ്ഥലം. സോ ഇവിടെ കുറച്ച് പാൻ കേക്ക്സും. പണ്ട് ഞങ്ങൾ പനമ്പിളി നഗറിൽ ഓർമ്മയുണ്ടോ പാൻ കേക്ക് 3 പിള്ളേർ തുടങ്ങിയ സ്ഥലം? വാഫിൾ സ്ട്രീറ്റ് അല്ല, അത് ആസിഫ് അലിയുടെ ആയിരുന്നു. വേറൊരു വാഫിൾ പനമ്പിളി നഗർ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സ്ട്രീറ്റായിട്ട് ഓർഡർ ചെയ്ത് മിനി പാൻ കേക്ക്സ് വിത്ത് ചോക്ലേറ്റും അതിൽ കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം. വാഫിൾ ഇതിന്റെ ഇതല്ലല്ലോ, അതല്ല. അപ്പോൾ ഏതൊരു സ്ഥലമായിരുന്നു കേട്ടോ. സോ ആ ഒരു ഓറ പുതുക്കാനായിട്ട് ഇവിടുത്തെ കുറച്ച് സിഗ്നേച്ചർ പാൻ കേക്ക്സും പിന്നെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്, ഇത് രണ്ടുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഷേക്കും കൂടെ കുടിക്കാൻ പോവാം. അന്തൊരു സ്ഥലം പറഞ്ഞു തന്നിട്ടുണ്ട്, അതും കൂടെ കുടിച്ചിട്ട് റൂമിൽ പോവാം. റൂമിൽ കൊണ്ടാക്കാലോ, പിന്നെന്താ. അതൊക്കെ നമുക്ക് റെഡിയാക്കാം. 3 പേരും കൂടെ പിടിക്കാം. ജെഫറിന് എന്താ അല്ലേ, ഫുൾ മുങ്ങണ. ഫ്രഷ് സ്ട്രോബെറി ആൻഡ് മിൽക്ക് ചോക്ലേറ്റ്. മൊത്തം കഴിക്കുവോ? അതൊക്കെ കഴിക്കും കേട്ടാ, അങ്ങനെ ചലഞ്ച് ചെയ്യല്ല സ്ട്രോബെറിയുടെ കാര്യത്തില്. ആഹാ, ഇത് വേറെ അടിപൊളി എവിടെയായിരുന്നു അറിയോ? ഊട്ടിയില്, മോഡീസില് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. കയ്യിൽ ഓൾറെഡി പിടിച്ചിരിക്കുവോ ഫോർക്ക് റെഡി അറ്റാക്ക് ചെയ്യാനായിട്ട്. സ്ട്രോബെറിക്ക് വേണ്ടി കഴിക്കാൻ ഞങ്ങൾ തീരുമാനിക്കും. നോക്കട്ടെ, സ്ട്രോബെറിക്ക് പുളിപ്പ്, ചോക്ലേറ്റിന്റെ ആ ഒരു മിൽക്ക് ചോക്ലേറ്റിന്റെ ഒരു മധുരം, ക്രീമിനെസ്. കുറവാ? പുളിപ്പുണ്ടോ? പുളിയുണ്ട്, കുറവാ? നോക്കട്ടെ. ഈ സ്ട്രോബെറിക്ക് കുറച്ച് പുളി ഉള്ളത് കൊണ്ട് ചോക്ലേറ്റിൽ കുറച്ചും കൂടെ സമ്മേഴ്സ്ഡ് ആയി കിടന്നാലേ ടേസ്റ്റ് ഉള്ള.
സോ നമ്മൾ കുറച്ച് ചോക്ലേറ്റ് സോസ് ചോദിച്ചു, ഗ്രേഷ്യസ്ലി അലൗഡ്. സോ അതും കൂടെ വന്നു കഴിഞ്ഞാൽ സ്ട്രോബെറി എല്ലാം നല്ല വലിയ വലിയ എടുക്കണതല്ല. മിക്സ് ചെയ്യുക. ഓ ഇതിന് ഒരു 2 മേടിച്ചു കൊടുക്കട്ടെ പാക്കറ്റ്. ഭയങ്കര വീക്ക്നെസ് സ്ട്രോബെറിയും ചോക്ലേറ്റ് പ്രിയക്ക്. ദോഹയിൽ പോയപ്പോ റോയ് ചേട്ടൻ വാങ്ങി തന്ന ഓർമ്മയുണ്ടാ? ആ സൂക്കോ കിഫിൽ വെച്ച് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ടില്ലായിരുന്നു, അവിടെ കാർഡും എടുക്കില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ റോയിച്ചിട്ട് നമുക്ക് പോണ്ടേ, ആ ട്രിപ്പ് അനൗൺസ് ചെയ്യണം. ഓ ഞാനും ജെഫ്രിനും അടുത്ത എപ്പിക് ട്രിപ്പ് അതെ ഒഴിച്ചുകൊണ്ടിരിക്കുക. ഇനി കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർക്ക് വെച്ച് ഞാൻ കുത്തിക്കൊല്ലും. പ്രിയാൻ അങ്ങനെയൊന്നും പറയില്ല. ഫൈനലി മിനി പാൻ കേക്ക് ശരിക്കും വളരെ മിനി ആയിട്ടുള്ള പാൻ കേക്ക്സ് ഉണ്ട്. സോ വൺ ഇസ് പിസ്താഷ്യോ, അതർ വൺ ഇസ് ചോക്ലേറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ലോട്ടസ് ബിസ്കോഫ്. 3 ഫ്ലേവേഴ്സ് വന്നിട്ടുണ്ട്. ഇത് കിറ്റ്കാറ്റും ഉണ്ട് എൻ്റെ മുകളിൽ തോന്നുന്നു. ഇത് പാൻ കേക്കാ. ഇത് മറ്റേ കിൻഡറാ, ബുവാനോ അല്ല, കിൻഡറിന് മറ്റേ വടി പോലത്തെ ഇരിക്കുന്ന സാധനമില്ല, അകത്ത് മിൽക്ക് ഉള്ളത്, അതാണ് സംഭവം. ഫസ്റ്റ് വൺ പിസ്താഷ്യോ. നോക്കട്ടെ. ഓ പാൻ കേക്ക് ഇസ് ഓൾസോ സോഫ്റ്റ്. നമ്മുടെ ഒരു ഫ്ലഫി ഒന്നുമല്ല, പക്ഷെ നല്ല സോഫ്റ്റ് പാൻ കേക്ക്. ബട്ട് ടോപ്പിംഗ് ഇസ് അമേസിങ്. അടുത്തത് ലോട്ടസ് ബിസ്കോഫ്. ഓ വാവ്. ഇതൊക്കെ പക്ഷെ എന്താ അറിയോ, വാവ് പറയേണ്ട കാര്യമില്ല. കാരണം ഓൾ ദീസ് ആർ യൂണിവേഴ്സൽ ലൗഡ് ഫ്ലേവേഴ്സ്. ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും. പ്രിയ ഒരു സ്ട്രോബെറി താഴെ അത് കഴിച്ചേ പറ്റൂ, വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കൂടെ ഫൈനലി ഇവരുടെ കിൻഡർ നോക്കട്ടെ. കിൻഡറിൻ്റെ നല്ല രാത്രിത്തെ ഓപ്ഷൻസ് കിട്ടുന്നതും ഇത് ഇങ്ങനത്തെ ഒരു നല്ല ആംബിയൻസിലും നല്ല ക്വാളിറ്റിയിലൊക്കെ ഫുഡ് കിട്ടുന്നത് ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ്. ആൻഡ് അടിപൊളിയായിരുന്നു. നൈറ്റ് വി ട്രൂലി എൻജോയ്. ഇനി രാത്രി ഞാൻ ഇവരുടെ 2 റൂമിൽ ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് കാണിച്ചു തരാം. അതൊരു സംഭവമായിരിക്കും മിക്കാറ്. ഇനി 4 മണി വരെ 2 പേരും ഇരുന്ന് മറ്റേ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും പോലെ ഹെഡ്ഫോൺസ് ഷെയർ ചെയ്ത് സിനിമയും കാണും ലാപ്ടോപ്പിൽ. ഒന്നും കഴിക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, എന്നെ എടുത്തോണ്ട് പോകണം എന്ന് പറഞ്ഞിട്ട് കഴിച്ചു. ഞാൻ കണ്ടു അവിടുന്ന് ലാസ്റ്റ് ചോക്ലേറ്റ് വടിച്ച് കുടിക്കുന്നത്. 2 പേരും ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവര് സമ്മതിക്കണം കേട്ടോ നിങ്ങളെ. എന്തായാലും ഒരു കാര്യം മനസ്സിലായി, ഇനി നമ്മൾ അടുത്ത ഹോൾ കേരള ഫുഡ് ടൂർ ചെയ്യുമ്പോൾ 2 കാൻഡിഡേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഓ ശരി. അപ്പൊ നാളെ മറ്റേ സാധനം കഴിക്കില്ലല്ലോ, നമ്മളെ കണ്ട പോർക്കും പുള്ളിയൊന്നും. ഉച്ചക്ക് മറ്റേ മീൽസ് കഴിക്കാൻ വരുന്നില്ലല്ലോ. അപ്പൊ ഇനെങ്ങനെ തുറക്കും ഇനി? പിന്നെ നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കിക്കേ. എടുത്തിട്ടില്ല കാർഡ്? അപ്പൊ അവരോട് പറ, ഒരു കാർഡേ ഉള്ളൂ. ചോദിക്കേ. അപ്പൊ അവരോട് ചോദിക്കുക തുറക്കാൻ. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. നമുക്ക് പാർക്കിലായിരുന്നു നമുക്ക് താമസിക്കായിരുന്നത്, പക്ഷെ അവിടെ കല്യാണം ഉള്ളതുകൊണ്ട് റൂമിന് 11 രൂപ. 11 രൂപയുടെ കൂടെ 4 രൂപ കൂടെ കൊടുത്താൽ തായ്ലൻഡിൽ പോയായിരുന്നു നമുക്ക്. സത്യം. അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ദാസ് റെസിഡൻസിയാണ്. ഞാൻ റൂം കാണിച്ചു തരാം. ജെഫ്രിന്റെയും പ്രിൻസിന്റെയും നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട്. ഇത് ഇവരുടെ ഡീലക്സ് റൂമാണ്. നീറ്റ് ആയിട്ടുള്ള റൂമാണ്. ഓ അതെ, പറയുന്നവര് നോക്കിക്കേ. എന്നാലും എറണാകുളത്തുനിന്ന് രാവിലെ വന്ന വരവ്, കൂളിംഗ് ഗ്ലാസും വെച്ച് കാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നട്ട്സ് ഒന്നും കോംപ്ലിമെന്ററി അല്ല, അവരവരെടുത്ത് കഴിച്ച് അവരവരെ പൈസ കൊടുത്തോളാം. കൊടുത്തോളൂ. ഇനിയിപ്പോ രാത്രി ഇവരെ സിനിമ കാണാൻ പോവാ. പക്ഷെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്ലീൻ ഒക്കെയാണ്, പക്ഷെ മെയിൻ്റനൻസ് കുറച്ച് കുറവുണ്ട്. കുറച്ച് ഈ പെയിന്റ് ഒക്കെ നോക്ക്, പെയിന്റ് ഒക്കെ പൊളിഞ്ഞു കിടക്കുന്നത്. അതല്ലേ പറഞ്ഞ മെയിൻ്റനൻസ് കുറവുണ്ട്, ക്ലീനിനെസ് വലിയ കുഴപ്പമില്ലാന്ന്. കറക്റ്റ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ രാത്രി ഉറക്കം ഇല്ലെങ്കിൽ വരാം. അപ്പോൾ ഗൈസ്, ചെറിയൊരു നൈറ്റ് ടൈം വ്ളോഗായിരുന്നു. കുറച്ച് ഫുഡ് സ്പോട്ട്സ് കാണിക്കാനായിട്ട്. ആക്ച്വലി ഫിൽമോർ കെഫെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഫിൽമോർ ബർഗേഴ്സ് അല്ല, ഫിൽമോർ കെഫെ. പക്ഷേ അവിടെ കബാബ്സ് ഒക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അത് ഐ തിങ്ക് സോ ക്ലോസ് ഡൗൺ. സോ ഇപ്പം ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ എന്ന് തോന്നുന്നു, 2 മണി 3 മണി വരെ കഴിക്കാനായിട്ട്. ബട്ട് ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ഇറ്റ്. അടിപൊളി ഫുഡായിരുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി യു ഗൈസ് ഓൾസോ ഇത് പതിരാത്രി കാണുന്നവർ എന്തെങ്കിലും കഴിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു, ക്രേവിങ്സ് വന്നിട്ട്. സോ നാളെ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.